എന്നാലും സലീമേട്ടൻ ഞെട്ടിച്ചൊരു ആർട്ടിസ്റ്റ്. വാവ്, ഇവൻ ഒരുപാട് പേരുണ്ട് അങ്ങനെ. ഒരു പേര് മലയാളത്തിൽ എല്ലാവരും എന്നെ ഞെട്ടിച്ച ആൾക്കാർ തന്നെയാണ്, ആ ഓരോരോ സീൻസിലെങ്കിലും. അപ്പോൾ ഒരാളും മോശക്കാരായിട്ട് മലയാളത്തിൽ എനിക്ക് തോന്നിയിട്ടില്ല. ആ. അയാൾ ചെയ്യണം വളരെ മോശമാണ് ഇനി എന്ന് തോന്നിയിട്ടില്ല എനിക്ക്. ന- അയാൾ ഇപ്പൊ ചില സിനിമകൾ അയാൾ ഭയങ്കര ടോപ്പായിട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ ജഗത് ശ്രീകുമാർ, നമ്മുടെ ഇന്നസെന്റ് ചേട്ടൻ, മാമുക്കോയ, പിന്നെ ആരാണ്, അങ്ങനെ എല്ലാരും എല്ലാവരും അവർ ആണ് വേറെ വേറെ ഫിലിംസിലൊക്കെ അവർ ആണ് സൂപ്പറാണ്. അപ്പൊ ടിനി ആയാലും, ടിനി പടം കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ വേറെ പടത്തിൽ അവൻ സൂപ്പറാണ്. അല്ല, ഞങ്ങൾ എല്ലാരും ഇപ്പോഴും സലീമേട്ടന്റെ വീഡിയോസ് കണ്ട് ആ മണവാളനായാലും ഞങ്ങൾ കണ്ട് ഒരുപാട് ചിരിക്കുന്നതാണ്. സലീമേട്ടൻ സ്വന്തം ക്ലിപ്സ് ഒക്കെ കണ്ട് ചിരിക്കാറുണ്ടോ? ഓ, ഞാൻ ചിരിക്കാറുണ്ട്. ആണ് ഏറ്റവും കൂടുതൽ സലീമേട്ടൻ തന്നെ കൈവിട്ട് ചിരിക്കുന്ന ഏതായിരിക്കും? സലീമേട്ടന്റെ അതെനിക്ക് ഓ, ഞാനും നോക്കുന്നില്ല ഏതായിരിക്കും എന്നുള്ളത്. ആണ്. എന്നാലും വീണ്ടും റിപ്പീറ്റ് ചെയ്തൊക്കെ കണ്ട അല്ല, സിനിമകൾ ഈ വികാരങ്ങളൊക്കെ നമുക്ക് തുല്യമാണെന്നേ. നിങ്ങളും ചിരിക്കും, ഞാൻ ചിരിക്കും, ടിനിയും ചിരിക്കും. അവർ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു നമ്മൾ അങ്ങനെ ഒരിക്കലും ഇല്ല. ഒന്നുമില്ല. എല്ലാം നന്നാക്കാം. എല്ലാം ഇന്ന് കഴിഞ്ഞാലും നാളെ തോന്നും. ഇന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ ഗ്യാപ്പ് മതി, വേണ്ട ഒരു അരമണിക്കൂറത്തെ ഗ്യാപ്പ് ഉണ്ടാൽ നമ്മൾ പറയും ഇതിങ്ങനെ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നതല്ലല്ലോ, ആ അല്ല. സമയത്ത് സംഭവിക്കുന്നതാണ്. അത് നാളെ കാണുകയാണ് ഈ ഇന്റർവ്യൂ. അയ്യോ, കുറച്ചും കൂടി ആ ടിനിയോട് പറഞ്ഞിട്ട് മറ്റേ സംഭവം കയറ്റിയാൽ ആ കുറച്ചും കൂടി നന്നാ. അത് കാലമാണ്. യെസ് കാലം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് തോന്നിക്കൊണ്ടേയിരിക്കും നന്നാക്കാമായിരുന്നു, ഇതിലും നന്നാക്കാമായിരുന്നു. കാരണം കാലത്തിന് വേണ്ട സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും, വേറെ വേറെ പുതിയ സാധനങ്ങൾ. ഇപ്പോൾ പഴയ സിനിമ എന്ന് വെച്ചാൽ മൊബൈൽ ഫോണില്ല അന്ന്. അപ്പോൾ അന്നത്തെ ആ സിനിമ കണ്ട് നമുക്ക് തോന്നിയാണ് അതിന് മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര രസമായിരുന്നു എന്ന് തോന്നുന്നതാണ്. അന്ന് മൊബൈൽ ഫോണില്ല. അപ്പോൾ കാലം ഓരോരോ സംഭവങ്ങളിങ്ങനെ മാറ്റാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ആണ്. നമ്മളിപ്പം ഡയറ്റിന്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ടെനിച്ചേട്ടാ, പുകവലി നിർത്തിയിട്ട് 3 മാസമായി തൊട്ടിട്ടേ ഇല്ലാന്ന്. ലോകത്തിലെ 8ാമത്തെ അല്ലെങ്കിൽ 9ാമത്തെ അത്ഭുതമാണ്. അതെ അതെ. കാരണം എൻ്റെ ഓർമ്മ വെച്ചത് Correct. കാലം മുതൽ. കാരണം ഫസ്റ്റ് എന്നെ ശാരിക എന്ന് പറഞ്ഞൊരു ട്രൂപ്പിലേക്ക് വിളിക്കാനാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നു പോയി. കുറേ കാലം കഴിഞ്ഞ് സലീം കുമാർ ഭയങ്കര ഫെയിമായി വന്നപ്പോൾ എൻ്റെ അമ്മ ചോദിച്ചു, നമ്മുടെ വീട്ടിൽ വന്നിരുന്ന ആ ബീഡി വലിച്ച ആളാണ് ഈ സലീം കുമാർ. ഞാൻ ഇത് പറഞ്ഞാ തുടങ്ങിയേ, കാരണം എന്റെ ഓർമ്മയിൽ സമയം കിട്ടിയ ബീഡി വലിച്ചോളയും. മഹാരാജാസ് കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ജൂനിയർ ആയിരുന്നു, പ്രായത്തിൽ സീനിയർ ആണെങ്കിൽ എൻ്റെ ജൂനിയർ ആയിരുന്നു. പക്ഷേ അവിടെ ഒരു ബെഞ്ചുണ്ട്. സലിയപ്പൻ എത്തിയെന്ന് അറിയുന്നത് ഞാൻ ദൂരെ നിന്ന് കാണുമ്പോൾ അവിടെ പോകെ ഇങ്ങനെ പോകണ്ടാവും. ആ, സലിയപ്പൻ എത്തിയെന്ന് ഒരു വൈകുന്നേരം ഒരു 3-4 മണിയാകുമ്പോൾ എത്താറുണ്ട്. അപ്പൊ അന്ന് മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് നിർത്തിന്ന് 3 മാസമായിന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു, ഇനി തുടരുതെന്ന്. ഇനി തുടരുത് ഇല്ല. പള്ളിയിൽ അച്ഛൻ്റെ കയ്യിൽ കുരിശ് കാണുന്ന പോലെയാണ് സലിയപ്പൻ്റെ കയ്യിൽ വീടി. വേറെ എന്താട്ടാ ഈ, കാരണം അന്നൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു ഇച്ചിരി ഗുണ്ടു സലീമേട്ടനായിരുന്നു. ഇപ്പൊ ഡയറ്റിൽ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ? ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, അതിനോടൊക്കെ വിരക്തി തോന്നി തുടങ്ങി. ഓക്കെ, എതിരേക്കുള്ള പോക്കാണെന്ന് എനിക്കറിയില്ല. ഫുഡിനോടൊക്കെ ഭയങ്കര വിരക്തി തോന്നി തുടങ്ങി. അല്ല, എന്നാൽ ഇഷ്ടപ്പെട്ട് ഇപ്പൊ കഴിക്കുന്ന ഒരു ഇല്ല, ഒന്നും കഴിക്കുന്നില്ല. ഇഷ്ടമായിട്ടൊന്നും അങ്ങോട്ട് ആർത്തിയോട് കൂടി ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. വിശപ്പ് വരുമ്പോൾ കഴിക്കുന്നു, എന്തെങ്കിലും കഴിക്കുന്നു, അത്രേ ഉള്ളൂ. ഈ പുകവലി നിർത്തിയതിന്റെ വല്ല സങ്കടം വന്നൊരു കേസുണ്ടായിരുന്നു. ഞാൻ ശാരീരികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലിരിക്കുന്ന ഇതാണ്. ചെറിയൊരു സങ്കടം വന്നു എനിക്ക്. ഇപ്പം മിനിയാന്നാള് എനിക്കൊരു കോള് വന്നിട്ട്, ഹലോ സാർ, ഒരു പടത്തിൻ്റെ ഷൂട്ടിംഗ് നടപ്പുണ്ട് തിരുവനന്തപുരത്ത്, 4 ദിവസത്തെ ഡേറ്റ് എനിക്ക് വേണം. അയ്യോ, നടക്കില്ല, എൻ്റെ ഉടമ്പ് ശരിയല്ലേ. ഞാൻ ചുമ്മാ ചോദിച്ചാൽ ഹീറോ ആരാന്ന് വെച്ചു. രജനികാന്ത് ഹീറോ. അതെനിക്ക് ചെറിയൊരു വിഷമമുണ്ടായി. കാരണം ഒരാഗ്രഹം ഉണ്ടായിരുന്നു പുള്ളിയുടെ കൂടെ അഭിനയിക്കണം എന്നുള്ളത്. ആഗ്രഹം ചിലപ്പോൾ അഹങ്കാരമാകാം. ഞാൻ വിളിച്ചിട്ട് പോലും പോയില്ല എന്ന് പറഞ്ഞു. ഇല്ലില്ല, എനിക്ക് എന്താണ് ഈ 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാൻ കാരണം ഇല്ല. ഞാൻ ആർട്ടിസ്റ്റിനെ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നോ പറഞ്ഞു. ഞാൻ പറ്റില്ല, എനിക്ക് ഇപ്പോൾ ഒന്ന് ബലവാനാവാനുണ്ട്. നമ്മൾ അവിടെ ചെന്നിട്ട് മോശക്കാരനാവരുതേ. ആർട്ടിസ്റ്റിൻ്റെ രീതിയിൽ എന്ത് ചെയ്യാനുള്ള ഒരു ഇതിൽ വേണം പോകാനായിട്ട്. കാലുകളൊക്കെ മുട്ടൊക്കെ വയ്യാണ്ടിരിക്കുകയാണ്. അതൊരു എനിക്കൊരു, പക്ഷെ അതിലൊരു സന്തോഷം നമുക്കുണ്ട്. എന്താ പറയുക, ഇന്ത്യയിലെ എക്കാലത്തെയും സ്റ്റാർ അവിടെ നിന്നൊരു വിളി വന്നല്ലോ. അപ്പോ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു പേരാണ്. എത്രയോ കാലം ചർച്ച ചെയ്തിട്ടായിരിക്കും ഇവിടെ എത്തുന്നത്. അപ്പൊ അത്രയും ഒരു 4 ദിവസം മതിയല്ലോ. രജനി സാറിന്റെ അടുത്ത് പോയി ഒരു ഫോട്ടോ എടുക്കാൻ പോലും കൊതിക്കുന്ന ആൾക്കാരാണ്. അതെനിക്ക് വേറെ പലരും വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. പക്ഷെ അതൊന്നും ഒരു വിഷമമായിട്ട് തോന്നിയില്ല. ഇപ്പോഴും വിഷമമല്ല,
ആ ഓക്കെ. അങ്ങനെ ഏതെങ്കിലും ഒരു റോള് റിഗ്രറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഇതുണ്ടോ സലീമേട്ടൻ? അങ്ങനെ ഇല്ലാന്നറിയുന്നാ പോലും ഈ തിരക്കുകൾ കാരണം അത് വിട്ടുപോയി, പിന്നെ അത് എത്ര എണ്ണം എത്ര എണ്ണം ഭയങ്കരമായിട്ട് സങ്കടം. ഒക്കെ തമിഴിലാണ്. തമിഴ് ഒരു പടം പറയാമോ? തമിഴായിട്ട് കുഴപ്പമില്ല, നമുക്ക് മലയാളം അല്ലേ ഇത്. ഇതില്ലേ എന്താണ് ബാലയുടെ പടം ഞാൻ കടവുൾ. നാൻ കടവുൾ ആര്യക്ക് നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത അതെ, പടം. അതിൽ വില്ലൻ. അതില് വില്ലനായിട്ടോ? ആ. അയ്യോ. അപ്പൊ എന്നോട് കോള് തന്നെ എങ്ങനെയാണ്, സാർ ഒരു പടം നിങ്ങൾക്ക് ഇവിടെ ലാൻഡ് ചെയ്യാൻ പറ്റിയ പടമാണ്, അപ്പോൾ ഭാവനയാണ് ഇതിനകത്ത് ഹീറോയിൻ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു എനിക്ക് തമിഴ് അറിയില്ല, ഇതെല്ലാം മലയാളികളാണ്. ആ. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന ലോയി സാറിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാണ്. ഓക്കെ. ലോയി സാറിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാണ്. അപ്പം ഇതിൽ പിന്നെ കുളപ്പുള്ളി ലീലയുണ്ട്, ഭാവനയാണ് ഹീറോയിൻ, ആരി അയാൾ പകുതി മലയാളിയാണ് ആരി. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ചെയ്യാമെന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് പേരുടെ സജഷൻ വിളിച്ച് ചോദിച്ചുകൂടാ, ലാൻഡുവിൻ്റെ അടുത്തും ലാൻഡ് ജോസിൻ്റെ അടുത്തും ഷാഫിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു വിട്ട് കളയരുത് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞ് ഡേറ്റൊക്കെ എനിക്ക് അയച്ചു തന്നു. ഇനി അടുത്ത മാസം വരുമ്പോൾ, ഈ മാസം വരുമ്പോൾ അടുത്ത ഡേറ്റ് തരും. അങ്ങനെ ആ സമയത്ത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു സെറ്റ് പൊളിഞ്ഞു ഇവിടെ മഴയത്ത്. അപ്പോൾ ഒരു മാസം കൂടി വീണ്ടും ക്ലാഷ്. അപ്പോൾ എനിക്ക് തോന്നി ഈ പടം ചെയ്താൽ എനിക്ക് മലയാളത്തിൽ പടമില്ല. താടി വളർത്തുന്നുണ്ട് ഞാൻ, ഈ താടി വളർത്തി നേരെ ഹിമാലയത്തിലേക്ക് പോവാൻ ഞാൻ പറഞ്ഞു ഞാനില്ല. അതുകൊണ്ട് അങ്ങനെ വിട്ടത്. വില്ലൻ എവിടെ എത്തി നോക്കിയേ, അയാൾ പറഞ്ഞു സൈനം അത് വിടരുത്, ഇത് ലാൻഡിങ് ഓക്കെ, ലാൻഡിങ്ങിനെ പറ്റി വേഷം തന്നെയാണ്. പക്ഷെ ഇപ്പോഴൊരു വില്ലൻ ചെയ്യാൻ പറ്റും തോന്നുന്നു, ഒരു തെലുങ്ക് തമിഴിലൊക്കെ. ഇനിയും അല്ല ഇത് ഒരാൾ തരണമല്ലോ. മനസ്സിലായി. ആ സമയം ഇതൊക്കെ പ്രശ്നമാണേ, ഒരാൾ തന്നെ. അതാണ്. ഇപ്പൊ എന്തായാലും ടിനിച്ചേട്ടൻ തിരക്കൊക്കെ മാറ്റി വെച്ച് ഭയങ്കര സൂപ്പർ ബിസി ആയിട്ട് ഓടിക്കൊണ്ട്. അങ്ങനെയൊന്നുമില്ല, എനിക്ക് അങ്ങനെ തിരക്കൊന്നുമില്ല. തിരക്കൊക്കെ നമ്മൾ എടുക്കണല്ലേ, നമ്മൾ ഉണ്ടാക്കണാണ്. എനിക്ക് പള്ളിയിൽ പോകണം വൈകിട്ട്. കൊറോണ വന്നതിന് ശേഷം പള്ളിയിൽ പോക്ക് ഇത്തിരി കുറഞ്ഞ് മുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ആരെങ്കിലും നമുക്ക് പേടി വേണ്ടേ, ഭയം വേണ്ടേ? അപ്പോൾ പേടിക്കാൻ ഇപ്പം ആരുമില്ല, ആകെ ദൈവം മാത്രമേ ഉള്ളൂ. അപ്പോൾ പേടിയൊന്നുമില്ല, ഒന്നും ഉപദ്രവിക്കൊന്നുമില്ല. എന്നാലും ഇന്ന് പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ സലിയപ്പൻ്റെ ഒരു ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഓടിയെത്തിയതാണ്. അത് മിസ് ചെയ്യരുത്. ഈ തമിഴിൽ നിന്ന് വരുന്ന കോള് പോലെയാണത്. എനിക്ക് രജനീകാന്താണ്. മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? അത്ര ഇരിക്കുന്ന അത്ര നേരം എനിക്ക് എനർജി കിട്ടും.